പഠനയാത്രയ്ക്കായി ഹൈദരാബാദിലേക്ക് യാത്ര തിരിക്കുന്ന സ്വന്തം ചേച്ചിയെ യാത്ര അയക്കാനായിട്ടാണ് ജോക്കുട്ടൻ മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ രാവിലെ എത്തിയത്. ജോക്കുട്ടനെ സംബന്ധിച്ച് ഈ യാത്ര ഒരു പുതുമയുള്ള യാത്രയാണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവനൊരു റെയിൽവേ സ്റ്റേഷനെയും ട്രെയിനെയും ഒക്കെ അടുത്ത് കാണാനായി പോകുന്നത്. അതിൻ്റെ എല്ലാ ആങ്സൈറ്റിയും അതിൻ്റെ എല്ലാ സന്തോഷവും സമ്മിശ്ര ഭാവങ്ങളൊക്കെ അവൻ്റെ മുഖത്ത് നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ കഴിയും. പ്ലാറ്റ്ഫോമിലെത്തിയ ഉടനെ തന്നെ ജോക്കുട്ടനെ കൊണ്ട് ഞാൻ പതിയെ മുന്നോട്ട് നടന്നു. അടുത്ത് തന്നെ ഒരു ട്രെയിൻ വരുന്നുണ്ടെന്ന് അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് അല്പസമയമായി. ഇതാ ട്രെയിനിങ് അടുത്ത് കഴിഞ്ഞു. ജോക്കുട്ടൻ ആദ്യമായിട്ടാണ് ട്രെയിൻ അടുത്ത് കാണുന്നത്. ജോക്കുട്ടൻ അതിൻ്റെ സന്തോഷം കാണിക്കുന്നുണ്ട്. എന്നാൽ അല്പം ഭയമാണ് ആദ്യമായിട്ട് ജോക്കുട്ടൻ കാണിച്ചത്. കാരണം എനിക്കറിയാമായിരുന്നു ആദ്യമായിട്ട് ട്രെയിൻ കാണുമ്പോൾ ആ ശബ്ദത്തെ അവൻ പേടിക്കുമെന്ന്. എന്തായാലും ഇങ്ങനെ നീളത്തിൽ കൂകിപ്പാഞ്ഞ് വരുന്ന ഈ സാധനത്തെ അടുത്ത് കണ്ടപ്പോൾ ജോക്കുട്ടന് എന്തോ ഒരിഷ്ടം തോന്നിയെന്ന് തോന്നുന്നു. ട്രെയിൻ ഇതാ സ്റ്റേഷനിൽ നിന്നു. യാത്രക്കാരൊക്കെ അവിടെ ഇവിടെ ഇറങ്ങിത്തുടങ്ങി. ഞാൻ പതിയെ ജോക്കുട്ടനെ ട്രെയിനിൻ്റെ വർണ്ണനകളൊക്കെ നടത്തി അതിനുള്ള ഭയമൊന്ന് മാറ്റാനായി അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആ ട്രെയിനെയൊക്കെ തൊടിയിപ്പിക്കാനുള്ള ശ്രമമാണ്. എന്നാലും ജോക്കുട്ടൻ അതിനൊന്നും മുതിരുന്നില്ല. അവനിങ്ങനെ സ്റ്റേഷനിലെ കാഴ്ചകളും ട്രെയിനൊക്കെ കണ്ടി സന്തോഷപൂർവ്വം നിൽക്കുകയാണ്. അടുത്ത ട്രെയിനാണ് അവൻ്റെ ചേച്ചി പോകേണ്ടത്. ട്രെയിനിൽ കയറി പോയാലോ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് വേണ്ട എന്നായിരുന്നു ജോക്കുട്ടൻ്റെ ഉത്തരം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി കണ്ട ട്രെയിനിന് ടാറ്റ ബൈ ബൈ.